നമുക്കിത് അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അല്ല, ഒന്നാമതൊരു ഒരു മിൽക്ക് ടോസ്റ്റ്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ വിശന്ന് വരുമ്പം വൈകുന്നേരം ഒരു സ്നാക്കായിട്ടോ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 3 പീസ് ബ്രെഡാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. അത് നമുക്ക് കുറച്ച് മതി, ഒരു പീസ് അതിനകത്ത് നമുക്ക് മുറിച്ചെടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പാൽ, ഒരു അര കപ്പ് പാൽ. ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലുള്ള സ്ലൈസ് ആക്കിയിട്ട് നമുക്ക് ചീസ് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ ഇടയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഈ 2 സ്ലൈസ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഓരോ ലെയറിൻ്റെ ഇടയ്ക്കും നമ്മൾ ഓരോ സ്ലൈസ് ചീസ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാം. ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു പീസാണ് ഞാൻ ചേർക്കുന്നത്. ആ ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകട്ടെ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുകി കിട്ടും. ഇനി ആ ഉരുകിയ ബട്ടറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇത് ഈ ബട്ടറിൽ കിടന്നിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. നമുക്ക് 2 സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. ബട്ടർ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊരല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട കേട്ടോ, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. ഒരു സൈഡ് ഏകദേശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ അപ്പുറത്തെ സൈഡും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അടുത്ത സൈഡ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മിൽക്ക് ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ബട്ടറിന് പകരം നെയ്യ് ആയാലും മതി. നെയ്യ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ മിൽക്ക് ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഉണ്ടോ, 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള ചീസിൻ്റെ ലെയറൊക്കെ ഉരുകി അതിലേക്കൊന്ന് ചേർന്നോളും. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാൽ ഒരുമിച്ച് ചേർക്കണ്ട, കുറേശ്ശായിട്ട് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനകത്ത് നമ്മുടെ ബ്രെഡ് ഈ പാലൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കണം. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ ഓൾറെഡി പാലിനകത്ത് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പഞ്ചസാര നമ്മളിതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പാല് മൊത്തം ഈ ബ്രെഡ് ഒന്ന് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ള പാലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാലും കൂടി നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്തെടുക്കണം. പാലൊക്കെ നമ്മുടെ ബ്രെഡിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഒരു അല്പം തേൻ ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ചൂടോട്, അതായത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് തേൻ ചേർക്കാൻ പാടില്ല. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. നമുക്കൊരല്പം തേൻ ചേർത്ത് കൊടുക്കാം. അല്പം മതിയാവും. നമുക്കിത് അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ പുറത്ത് വാ. എങ്ങനെയുണ്ട്?
ഇഷ്ടപ്പെട്ടോ? നീ വേണോ? അടി അടി ടേസ്റ്റ് കാരണം അപ്പോൾ വേറെ ആർക്കും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഒന്നും കൂടി കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷേ അതിന് മുമ്പ് പാത്രം കാലിയായി. അവർ രണ്ടും കൂടെ അടിയായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.